കേരളത്തിലുള്ള എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളെയും റിവ്യൂ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ ചാനൽ മോഗ്ര വ്ളോഗേഴ്സ് ഇന്ന് അനന്തപത്മനാഭൻ്റെ മണ്ണിലെ ദേവാനന്ദ ടീമിൻ്റെ ഒരു ചെറിയ വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യനല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ. ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിലല്ലി. ഐഷറിൻ്റെ ചേസിൽ അവർ തന്നെ കമ്പനി ബിൽട്ടായ സ്റ്റാർലൈൻസ് ബോഡി ചെയ്ത വണ്ടിയാണ്. അനന്തപത്മനാഭൻ്റെ വണ്ടിയിൽ ഇങ്ങനത്തെ ഈ ഐഷറിൻ്റെ ഈ കൊച്ചു വണ്ടിയിൽ എയർ ഡോർ ചെയ്തത് ആദ്യമായിട്ട് ഈ വണ്ടിയാണ്. അതുപോലെ തന്നെ കുട്ടൻസിൻ്റെ ഇൻറ്റീരിയർ വർക്കിൽ കുട്ടൻസിൻ്റെ ഒരു മാന്ത്രിക ജാലം നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു സെറ്റ് അകത്ത് കുട്ടൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ദേവാനന്ദിൻ്റെ ഈ വണ്ടി പുറത്ത് നോക്കുമ്പോൾ ഒരു കുട്ടി കൊമ്പനെ പോലെ തോന്നിക്കുന്ന ലുക്കാണ് നമുക്ക് തരുന്നത്. കോളേജൊക്കെ ഇപ്പം IV ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം കാണാൻ ലുക്കുള്ള വണ്ടിയാണ് അവരെ വിളിക്കാറ്. ഇപ്പോൾ കോളേജിൽ സ്ട്രെങ്ത് കുറവാണ്, 20-24 പേരുള്ള. അപ്പോൾ വലിയ ടൂറിസ്റ്റ് ബസ് വിളിക്കുന്നത് കുറവാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ കൊച്ചു വണ്ടികൾക്ക് ഇപ്പോൾ പ്രാധാന്യമേറുന്ന കാലമാണ്. അങ്ങനെയുള്ള ഈ കാലത്ത് ദേവാനന്ദിൻ്റെ ഈ വണ്ടി, ഐഷർ ചേസിലുള്ള ഈ വണ്ടി എന്തുകൊണ്ടും കോളേജ് ട്രിപ്പിന് അനുയോജ്യമാണ്. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളുള്ള അനന്തപത്മനാഭൻ്റെ സ്വന്തം വണ്ടിയാണ് ദേവാനന്ദ്. ഈ വണ്ടിയുടെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ദേവാനന്ദ് അവരുടെ പേരെഴുതിയിരിക്കുന്ന ഫോണ്ടാണ്. ദേവാനന്ദ് വേറെ ആരുടെയും കോപ്പി അടിച്ചതല്ല, അവർ സ്വന്തമായിട്ടൊരു ഫോണ്ട് കണ്ടെത്തി അവരുടേതായ രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ അവരുടെ മെയിൻ പേര് ദേവാനന്ദ് എന്നുള്ള ആ പേര് എഴുതിയിരിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു പൊലിമ, ഇത് ഒരു പൊളി സാധനം, അത്രയ്ക്ക് പൊളിച്ചായിട്ട് അവർ എഴുതിയിട്ടുണ്ടത്. അതുപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഉള്ളതാണ് നിക്ക് നെയിം. അങ്ങനെ ദേവാനന്ദിൻ്റെ ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്ന നിക്ക് നെയിം ഗജപോക്കിരി എന്നാണ്. ഇതിൻ്റെ ഓണർ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളുള്ള ഈ വണ്ടി ഇവനൊരു ലേശം കുറുമ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവന് ഗജപോക്കിരി എന്നുള്ള പേരിട്ടത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഡ്രൈവർ ക്യാബിനിൽ ഇരുന്നുകൊണ്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും കാണുന്ന പോലെ തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഗ്ലാസ് സിസ്റ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഐഷർ ചേസിൽ അവരുടെ തന്നെ കമ്പനി ബിൽട്ടായ സ്റ്റാർലൈൻസാണ് ബോഡി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഐഷർ എന്നവർ നല്ല ക്രോമിയം ഫിനിഷിൽ എഴുതിയിട്ടുണ്ട്. അവർ തന്നെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ വണ്ടി അടുത്ത് കയറി നോക്കുമ്പോൾ ലൈറ്റാണ് നോക്കേണ്ടത്. 2 റൗണ്ട് ലൈറ്റ്, അത്യാവശ്യം രാത്രിയിൽ നല്ല രീതിയിൽ ഫ്രണ്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ 2 ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ 2 സൈഡിലും 2 റൗണ്ട് ലൈറ്റിൻ്റെ മുകളിലായിട്ട് ഏറ്റവും അറ്റത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐഷർ എന്ന് എഴുതിക്കുന്നതിന് തൊട്ട് താഴെ 2 എയർ വെൻറ്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഒരു ബമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഫ്രണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും തട്ടമുട്ട ചെയ്താൽ വണ്ടിക്ക് വലിയ രീതിയിലുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രണ്ടിൽ ബമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സാധാ ലൈറ്റും ഫോഗ് ലൈറ്റും 2 ലൈറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹൈ റേഞ്ച് കയറുക, അതുപോലെ തന്നെ ഈ വലിയ റോഡിലൊക്കെ പോകുമ്പോൾ ഈ ലൈറ്റ് കൊണ്ട് വലിയ ഉപയോഗമില്ല. അങ്ങനെ എക്സ്ട്രാ ആയിട്ടാണ് ഇവർ ഈ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഈ ലൈറ്റിനൊക്കെ നല്ല പവർ ഉള്ളത് കൊണ്ട് തന്നെ ഹൈ റേഞ്ച് കയറുക, വലിയ റോഡിലൊക്കെ പോകുമ്പോൾ ഈ ലൈറ്റ് ഉള്ളത് ഡ്രൈവറിന് എന്തുകൊണ്ടും വളരെ പ്രയോജനകരമായതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈറ്റ് ഇവർ എക്സ്ട്രാ ആയിട്ട് ഇവരെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വൈപ്പർ സിസ്റ്റമാണ് നോക്കേണ്ടത്. കാറിലുള്ളതുപോലെ തന്നെ അത്യാവശ്യം ചെറുപ്പത്തിൽ ഈ ഗ്ലാസ് ഫുള്ളായിട്ട് മഴ പെയ്യുമ്പോൾ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള നല്ലൊരു വൈപ്പർ സിസ്റ്റമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ 2 ലൈറ്റും ഈ ഇൻഡിക്കേറ്ററും ഇങ്ങനത്തെ എക്സ്ട്രാ ലൈറ്റും കൊടുത്തിരിക്കുന്നതോടൊപ്പം തന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് അതവിടെ താഴെ ഒരു സ്റ്റാർ ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും അതുകൊണ്ട് അത് ഈ ലൈറ്റ് ഈ വണ്ടിക്ക് രാത്രിയിലുള്ള ഒരു ഒരു തലയെടുപ്പും ഈ കാണാനുള്ള ഭംഗിയും ഈ ലൈറ്റ് ഇതിന് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൊമ്പിലോട്ട് 2 കൊമ്പിലോട്ടും പോകുമ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളുള്ളതുപോലെ തന്നെ കൊമ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊമ്പിൽ കണ്ണാടിയുണ്ട്. ഇങ്ങനെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു എന്താ പറയുക ഒറ്റയാനെ പോലെ കൊമ്പനെ പോലെ തോന്നിക്കുന്ന ഒരു രൂപഭാവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊമ്പ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഒറ്റ കൊമ്പൻ നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് ഈ 2 കൊമ്പും ഈ വണ്ടി കൊടുക്കുന്നത്. ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള വ്യൂവും ഒരു തലയെടുപ്പും കൂട്ടുന്നതിൽ ഈ കൊമ്പിനുള്ള പങ്ക് വളരെ വലുതാണ്. ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇൻറ്റീരിയർ വർക്കിൽ മാന്ത്രിക ജാലം തീർക്കുന്ന ടീമാണ് കുട്ടൻസ്. ടീം കുട്ടൻസാണ് ഈ വണ്ടിയിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതും ഈ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ സ്റ്റിക്കർ അടിച്ച് അവർ അതിൻ്റെ പരസ്യം ചെയ്തിട്ടുണ്ട്. കുട്ടൻസ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ബസ് മേഖലയിൽ മാന്ത്രിക ജാലം തീർക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
ഇനി വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു മിറർ കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ കൊമ്പിൽ മിററുണ്ട്, പക്ഷേ അത് ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നത് കുറവാണ്. കാരണം കൊമ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴുള്ള ഒരു കൊമ്പിനെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിറർ, അത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഡ്രൈവർ ഉപയോഗിക്കുന്നത് ഈ മിററാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഈ മിറർ ഉപയോഗിച്ച് ബാക്കിലുള്ള എല്ലാം ഡ്രൈവറിന് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ പുറകിലോട്ട് വരുമ്പോൾ സ്റ്റാർലൈനിൻ്റെ eicherൻ്റെ ചേസിൽ സ്റ്റാർലൈനാണ് ബോഡി ഇട്ടാണ്. സ്റ്റാർലൈനിൻ്റെ ഒരു എഴുതിയിരിക്കുന്നത് നല്ലൊരു ക്രോമി ഫിനിഷ് എഴുതിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് 2 LED ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പിന്നെ പിറകിലോട്ട് വരുമ്പോൾ 125 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്കാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്ക് തന്നെയാണ് ഇതിന് eicher കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് വ്യൂ ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കാണാൻ നല്ല ലുക്കിൽ അവർ ദേവാനന്ദിൻ്റെ പേരൊക്കെ സ്റ്റിക്കർ അടിച്ച് മുകളിൽ ഗ്ലാസ്സിൽ അവരുടെ ഒരു ഇതൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ സൈഡിൽ ഗ്ലാസ്സിൽ അവർ MVDയുടെ നിർദ്ദേശപ്രകാരം 2 ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്, കാരണം പിള്ളേരൊക്കെ ഉള്ളപ്പം തല വെളിയിടും. അങ്ങനെ വെളിയിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗാർഡ് MVDയുടെ നിർദ്ദേശപ്രകാരം അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുറകിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ എമർജൻസി എക്സിറ്റ് കാണാൻ പറ്റും. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് ഇത് മാറ്റി അകത്ത് നിന്ന് പുറത്തേക്ക് ആൾക്കാർ ഇറക്കാനുള്ള സംവിധാനമായിട്ട് ഇവിടെ എമർജൻസി എക്സിറ്റ് അവർ ചെയ്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് ഉപയോഗിക്കേണ്ട അവസരത്തിൽ കയറാനോ ഇറങ്ങാനോ വേണ്ടിയിട്ട് ഇവിടെ ഒരു പടിയും അവർ സ്ക്വയറിൽ ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഫ്രണ്ടിൽ കൊടുത്തിരുന്ന പോലെ തന്നെ 2 LED ലൈറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൈഡിൽ 3 സ്ഥലത്തായിട്ട് 6 LED ലൈറ്റ്സ് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കാണാനൊരു ഭംഗി ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി വണ്ടിയുടെ പിറകുവശത്തേക്ക് വരുമ്പോൾ തികച്ചും ടൂറിസ്റ്റ് ബസ്സിനെ പോലെ തോന്നിക്കുന്ന ഒരു ബാക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവർ സ്റ്റാർലൈൻ ബോഡിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റീബിൽഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത്. ഇനി വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കുമ്പോൾ എയർ ഡോറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 24 സീറ്റർ സെഗ്മെൻറ്റിലുള്ള വണ്ടിക്ക് എയർ ഡോർ കൊടുക്കുന്നത് ആദ്യമായിട്ട് ദേവാനന്ദ് ടീമിലെ ഈ വണ്ടിയാണ്. പിന്നെ അവർ ഒരു ടീമിൻ്റെ പരസ്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തികച്ചും നല്ലൊരു വ്യൂ കിട്ടത്തക്ക രീതിയിൽ നല്ല ഒരു സൈഡ് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. മുകളിൽ അവരുടെ തന്നെ ഒരു ടാഗ് ലൈനെ കൊടുത്ത് അതിനെ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ദേവാനന്ദ് അവരുടെ കഴിവ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കുട്ടൻസിൻ്റെ അതിമാന്ത്രിക ജാലം തന്നെ ഇവിടെ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അകത്തേക്കുള്ള ലൈറ്റ് വർക്കും സൗണ്ട് സിസ്റ്റവും എല്ലാം കുട്ടൻസിൻ്റെ മാന്ത്രിക ജാലം എന്ന് തന്നെ പറയണം ഇതിൻ്റെ ഈ മായാജാലത്തിൽ. അതിൻ്റെ സീറ്റിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഇരുന്ന് അത്യാവശ്യം കുഷൻ സീറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നല്ല ലെഗ് സ്പേസ് കൊടുത്തിട്ട് നല്ല കുഷൻ സീറ്റാണ് അവർ നൽകിയിരിക്കുന്നത്. ലെഗ് സ്പേസ് നല്ല രീതിയിൽ കൊച്ചു പിള്ളേർ മുതൽ മുതിർന്നവരെ വരെ കയറുമ്പോൾ നല്ല ലെഗ് സ്പേസ്, മുട്ട് ഫ്രണ്ടിൽ തട്ടാതെ നന്നായിട്ട് ഇരുന്ന് യാത്ര പോകാനുള്ള രീതിയിലാണ് ഇവർ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ലൈറ്റ് വർക്കും ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ തന്നെ അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കുട്ടൻസിൻ്റെ ഈ വർണ്ണജാലത്തെ. ഇവർ ഈ ദേവാനന്ദ് ടീം ഈ ബസ്സിനെ കുറച്ച് മോടി കൂട്ടി നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ബസ്സിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ബാക്കിലത്തെ ഈ ടൂറിസ്റ്റ് ബസ്സിൽ പറയുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ ഈ സീറ്റ് നമ്മുടെ വണ്ടി പ്രാന്തന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പൊസിഷൻ, അത് പറയാതിരിക്കുന്ന വയ്യ. എല്ലാ വീഡിയോയിലും നമ്മൾ മോഗ്ര വ്ളോഗേഴ്സ് പറയുന്നത് പോലെ തന്നെ ഏറ്റവും ബാക്കിൽ സെൻറ്ററിലെ ഈ പൊസിഷൻ വണ്ടി പ്രാന്തന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. കാരണം നമ്മൾ അടിച്ചു പൊളിച്ചൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇവിടെ ഈ സീറ്റിലിരുന്ന് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ, അത് ഒരു രക്ഷയില്ലാത്ത ഫീൽ തന്നെയാണ്. അത് എല്ലാ വീഡിയോസും നമ്മളെ വ്ളോഗേഴ്സ് പറയുന്നുണ്ട്, എന്നാലും ഇതിലും എല്ലാ വീഡിയോസും നമ്മളത് പറയുന്നതിന് കാരണം നമ്മൾ അങ്ങനൊരു ഫീൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും മനസ്സിലാവും ഈ സീറ്റിൻ്റെ ഒരു പൊസിഷനിങ് ഫീൽ. വണ്ടിയുടെ അകത്തെ വിശേഷങ്ങൾ ഇത്രയെല്ലാമാണ്. ഒരുപാട് വിശേഷങ്ങളുള്ള ദേവാനന്ദിൻ്റെ ഈ വണ്ടി eicher ചേസിൽ സ്റ്റാർലൈൻസ് അവരുടെ തന്നെ ബോഡി ബിൽഡ് ചെയ്തെന്ന ഈ വണ്ടി അനന്തപത്മനാഭൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ്. നമുക്കിനി ഡ്രൈവിംഗ് സീറ്റിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡ്രൈവിംഗ് സീറ്റിലെ വിശേഷങ്ങൾ ചേട്ടൻ പങ്കുവയ്ക്കുന്നതാണ്. eicherൻ്റെ 24 സീറ്റ് ചേസിൽ സ്റ്റാർലൈൻ ബോഡി ചെയ്തിരിക്കുന്ന ഈ വണ്ടിയുടെ ഇൻറ്റീരിയറാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ നല്ല ഭംഗിയിൽ മികച്ച 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. പവർ സ്റ്റിയറിംഗ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പറിൻ്റെയും റൈറ്റ് സൈഡിൽ ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ഇനി
എയർ സസ്പെൻഷൻ വണ്ടിയാണ്, എയർ ബ്രേക്കിങ്ങും എയർ സസ്പെൻഷനും കൂടെ വണ്ടിയാണ്. ഇനി ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, 24 സീറ്റിൻ്റെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ഈ ദേവനന്ദ് വണ്ടിയാണ് ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്ക് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാ വണ്ടിയിലും ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് സാധാരണ കമ്പനി എങ്ങനെയാണോ വരുന്നത് അതേ ബോഡിയിൽ ഇൻറ്റീരിയർ വർക്ക് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ആദ്യത്തെ വണ്ടി. കുട്ടൻസിൻ്റെ അവിടെ നിന്ന് തന്നെ ഇറങ്ങി വന്ന തിരുവനന്തപുരത്തെ ആദ്യത്തെ വണ്ടിയാണ് ദേവനന്ദ് ബസ്. നമുക്കിനി ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് പരിചയപ്പെടാം. ഇതിൽ ഐഷറിൻ്റെ 24 സീറ്റിൻ്റെ മീറ്റർ കൺസോളാണ് ഈ കാണുന്നത്. ഇത് കിലോമീറ്റർ ഗേജ്, പെട്രോൾ ഗേജ്, എൻജിൻ ഹീറ്റ് ഗേജ്, അതുപോലെ RPM ഗേജ്. ഈ 24 സീറ്റ് നൽകാവുന്ന നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഈ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. കുട്ടൻസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്താണ് വന്നിട്ടുള്ളത്. ഒരു മിക്സർ വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ സ്വിച്ചും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സസ്പെൻഷനും ക്ലച്ചും ബ്രേക്കും ഒരേ സമയത്ത് എയറിൽ ഇറങ്ങിയ ഐഷറിൻ്റെ ആദ്യത്തെ മോഡലാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ കണ്ടു. അപ്പോൾ ഈ വണ്ടിയുടെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ഈ റിവ്യൂ ചെയ്യാൻ സഹായിച്ച ദേവനന്ദ് ബസ്സിൻ്റെ ശ്യാം ചേട്ടനോടുള്ള നന്ദി ഈ സമയത്ത് പറയാണ്. തിരക്കുകൾക്കിടയിൽ നിന്ന് പുള്ളി നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ സമയം തരികയും എല്ലാ കാര്യങ്ങളും കഴിയുകയും ചെയ്തു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ. അനന്തപത്മനാഭൻ്റെ വണ്ടിയിൽ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് പുതുമകളും ഉള്ള വണ്ടിയാണിത്. ദേവാനന്ദിൻ്റെ ഈ വണ്ടി, ഐച്ചർ ചേസിലുള്ള ഈ വണ്ടി എന്തുകൊണ്ടും കോളേജ് ട്രിപ്പിന് അനുയോജ്യമാണ്. മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ദേവാനന്ദ് അവരുടെ പേരെഴുതിയിരിക്കുന്ന ഫോണ്ട സൈഡ് വ്യൂ ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കാണാൻ നല്ല ലുക്കിൽ അവർ ദേവാനന്ദിൻ്റെ പേരൊക്കെ സ്റ്റിക്കർ അടിച്ച് നന്നായിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അവർ അത് കാണാനൊരു ഭംഗി ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇവനത് ലേശം കുറുമ്പ് കൂടുതലാണ്. നമ്മിലൊരുമയൻ പിൻഫലം നീ കരുതിയിരിക്കണം. വരുന്നുണ്ടിവിടൊരു വിപ്ലവം, പങ്കുവെക്കാം സങ്കടം, കൈകോർക്കാൻ സമ്മതം, ഇനിയൊന്നായി നീങ്ങണം. വരുന്നുണ്ടിവിടൊരു വിപ്ലവം. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യനല്ല, പേരും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ പേരും വരത്താൻ. ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ അല്ലി ചെറുക്കൻ.